രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയുടെ പുതിയ പ്രയോഗം സൃഷ്ടിച്ച വിവാദം കനക്കുന്നു. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരുന്നു. ബിജെപിയുമായി മുഖ്യമന്ത്രിക്ക് രഹസ്യബന്ധമുണ്ട് എന്നും കേരളത്തിലെ മുഖ്യമന്ത്രി ബിജെപിയുടെ തടവറയിലാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. മോഹൻലാലിന്റെ സ്റ്റൈലിൽ പോ മോനെ വിജയ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. എന്നാൽ ഇതിനു മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഡാഷ് മോനെ പ്രയോഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു ഭരണാധികാരിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഭാഷയാണിതെന്നും ഇത് കേരളത്തിന് തന്നെ അപമാനമാണെന്നും മുരളീധരൻ തുറന്നടിച്ചു. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ആ പരാമർശം ഉണ്ടായത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കേരളത്തിലെത്തി മുഖ്യമന്ത്രിക്കെതിരെയും LDF സർക്കാരിനെതിരെയും കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി ക്ഷുഭിതനായത്. ഇതിന് മറുപടിയായി ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഈ വാക്കാണ് ഇപ്പോൾ വൻ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ ശൈലി സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതാണെന്ന് കെ മുരളീധരൻ കുറ്റപ്പെടുത്തി. സിനിമാ ഡയലോഗ് ആകാമായിരുന്നു. രേവന്ത് റെഡ്ഡി ഒരു സിനിമാ ഡയലോഗാണ് ഉപയോഗിച്ചത്. അതിന് മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്ക് ഒരുപാട് മലയാള സിനിമകളുടെ പേരോ ഡയലോഗുകളോ ഉപയോഗിക്കാമായിരുന്നു. അതിനു പകരം അശ്ലീല ചുവയുള്ള പദപ്രയോഗം നടത്തിയത് ശരിയായില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. സാംസ്കാരിക കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിലിരിക്കുന്ന ഒരാൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് ലോകത്തിനു മുന്നിൽ കേരളത്തെ നാണം കെടുത്തുന്നതിന് തുല്യമാണെന്നും ഒരു ഭരണാധികാരിയിൽ നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പക്വമായ പെരുമാറ്റമാണെന്നും എന്നാൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അതുണ്ടാകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ കുറിച്ചും മുരളീധരൻ തന്റെ നിലപാട് വ്യക്തമാക്കി. എല്ലാ തിരഞ്ഞെടുപ്പിലും രാഷ്ട്രീയമായ അടിയൊഴുക്കുകൾ ഉണ്ടാകാറുണ്ട്. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് UDF-നുണ്ടെന്ന് മുരളീധരൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വട്ടിയൂർക്കാവിൽ മത്സരം CPM-ഉം BJP-യും തമ്മിലാണെന്ന പ്രചാരണം ഒരു തമാശ മാത്രമാണ്. ഇത് കേട്ടാൽ BJP-ക്കാർ പോലും അമ്പരന്നു പോവും. ഏപ്രിൽ 1-നായിരുന്നെങ്കിൽ ഈ തമാശ എല്ലാവർക്കും ആസ്വദിക്കാമായിരുന്നു എന്ന് അദ്ദേഹം പരിഹസിച്ചു. യഥാർത്ഥത്തിൽ രേവന്ത് റെഡ്ഡി ഉപയോഗിച്ച പോ മോനെ വിജയ എന്നത് മോഹൻലാലിന്റെ പ്രശസ്തമായ പോ മോനെ ദിനേശ എന്ന ഡയലോഗിന്റെ രൂപമാറ്റമായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഡാഷ് മോനെ എന്ന വിളി രാഷ്ട്രീയ വിയോജിപ്പുകൾക്കപ്പുറം വ്യക്തിപരമായ അധിക്ഷേപമായി മാറുന്നു എന്നാണ് പൊതുവായ വിലയിരുത്തൽ. സോഷ്യൽ മീഡിയയിലും ഇതിനെതിരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വൻ ചർച്ചകളാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പിൻവലിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുകയാണ്. വാക്കുകൾ തോക്കുകളേക്കാൾ മുറിവേൽപ്പിക്കുമെന്ന ചൊല്ല് അനർത്ഥമാക്കുന്ന കാഴ്ചയാണിപ്പോൾ കേരളത്തിൽ. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ രാഷ്ട്രീയ മര്യാദയുടെ ലംഘനമാണെന്ന് UDF പറയുമ്പോൾ രേവന്ത് റെഡ്ഡിയുടെ അഹങ്കാരത്തിനുള്ള മറുപടിയാണെന്ന് LDF വാദിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഈ സമയത്ത് ഈ പുതിയ ഭാഷാ വിവാദം വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം.